ഹലോ ആൻഡ് വെൽക്കം ടു ഷാരീസ് ടേസ്റ്റ് കാസൽ. ഞാൻ ഷാരിക. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഹെന്ന മിക്സിൻ്റെ കൂട്ടാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ നമുക്ക് എങ്ങനെ നാച്ചുറലായിട്ട് വീട്ടിൽ ഹെന്ന പൗഡർ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഹെന്ന പൗഡർ നമ്മൾ ഉണ്ടാക്കിയല്ലോ. അപ്പോൾ നമ്മൾ തലയിൽ തേക്കായിട്ട് അതെങ്ങനെ മിക്സ് ചെയ്യാം, അതിനകത്ത് എന്തൊക്കെ ചേർക്കാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പത്തെ വീഡിയോയിൽ നമുക്ക് ഹെന്ന എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഹെന്ന പൗഡർ, നമ്മുടെ ഹെന്ന എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്ത് നമ്മുടെ മുടി വളരാനും ഗ്രേ ഹെയറൊക്കെ കൺസീൽഡ് ആവാനും ഒക്കെയാണ് നമ്മൾ ഹെന്ന ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ വീഡിയോയിലേക്ക് കടന്നാലോ. നമുക്ക് ഹെന്ന മിക്സ് ഉണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് വെള്ളം, ഗ്ലാസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഗ്ലാസിൻ്റെ ഇങ്ങനത്തെ ഗ്ലാസ്സിൽ 2.5 ഗ്ലാസ് വെള്ളമാണ് തിളപ്പിക്കാൻ വെച്ചേക്കുന്നത്. അത് നല്ലോണം വെള്ളം തിളച്ച് വരട്ടെ. പിന്നെ അതുപോലെ ഇപ്പോൾ നമ്മുടെ ഹെന്ന മിക്സിനുള്ള പൊടി, അതായത് നമ്മുടെ ഈ ഹെന്ന പൗഡർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹെന്ന പൗഡർ ഞാൻ തന്നെത്താനെ വീട്ടിലുണ്ടാക്കിയതാണ്. ഈ ഹെന്ന പൗഡർ നമുക്ക് വീട്ടിൽ എങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന പൗഡർ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ പറയാം ഞാൻ ഈ പൗഡറിൽ എന്തൊക്കെയാണ് മിക്സ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ബേസിക്കലി നമ്മുടെ ഹെന്ന എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ മൈലാഞ്ചി ഇലയ്ക്കാണ് ഹെന്ന എന്ന് പറയണത്. അപ്പോൾ ഹെന്ന പൗഡർ എന്ന് പറയുന്നത് മൈലാഞ്ചി ഇലയുടെ പൊടി. അപ്പം മൈലാഞ്ചി ഇലയ്ക്ക് തന്നെ ഒരുപാട് ആയുർവേദിക് പ്രോപ്പർട്ടീസ്, ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പൗഡർ ഉണ്ടാക്കിയപ്പോഴേക്കും ഞാൻ കുറേ കറിവേപ്പില, അതായത് മൈലാഞ്ചി ഇലയുടെ അതേ ക്വാണ്ടിറ്റിയിൽ ഞാൻ കറിവേപ്പിലയും ചെമ്പരത്തി ഇലയും ചേർത്തിരുന്നു. നമ്മൾ ഇല അതുപോലെ നല്ലോണം വാഷ് ചെയ്തിട്ടാണ് ഞാൻ ഉണക്കാൻ വെച്ചത്. അങ്ങനെ കുറേ ട്രിപ്പായിട്ട്, അതായത് ഞാൻ ആദ്യം ഒരു വീഡിയോയിൽ കാണിച്ചെങ്കിലും അത് കൂടാണ്ട് ഞാൻ പിന്നെ ഒരു 4-5 ട്രിപ്പായിട്ടാണ് ഈ ഇലകളെല്ലാം ഉണക്കി പൊടിച്ചെടുത്തത്. കാരണം നമ്മൾ കുറേ ഇലകൾ എടുത്താലും അത് നമ്മൾ ഉണക്കി പൊടിച്ച് വരുമ്പോഴേക്കും ഒരു ഇച്ചിരി ഉണ്ടാവുള്ളൂ. അപ്പം ഞാനന്ന് കാണിച്ചത് ഈ പൊടിയുടെ ഒരു ഇത്തിരി പോർഷൻ ഞാൻ ഒരു ഇത്തിരി പോർഷൻ മാത്രമാണ് അന്ന് ഞാൻ ഉണ്ടാക്കിയത്. പിന്നെയും പല തവണയായിട്ട്, അതൊരു 4 തവണയായിട്ട് ഞാൻ വീണ്ടും കുറേ ആയിട്ട് മൈലാഞ്ചി ഇലയും ചെമ്പരത്തി ഇലയും കറിവേപ്പില ഇലയും കൂടി എടുത്തിട്ടാണ് ഞാൻ ഉണക്കി പൊടിച്ച് ആക്കിയതാണ് ഈ പൊടി. ഇത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഏകദേശം 100 ഗ്രാമിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവുമായിരിക്കും ഇത്. പക്ഷെ ഇത് കുറച്ച് മെനക്കെട്ട പണിയാണല്ലോ. അപ്പം അത് കാരണം നിങ്ങൾക്ക് ഹെന്ന ചെയ്യണമെങ്കിൽ ഈ പൊടി ഇല്ലെങ്കിൽ, ഇപ്പം ഉണ്ടാക്കാൻ സമയമില്ല, എല്ലാവർക്കും സമയം ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പം സമയമില്ലെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ നാച്ചുറൽ ആയിട്ടുള്ള ഏതെങ്കിലും ഹെന്ന പൗഡർ മേടിക്കുക. അതായിരിക്കും നല്ലത്. നമ്മുടെ മുടിക്ക് എന്തായാലും നാച്ചുറൽ എപ്പോഴും കൊടുക്കുന്നതാണല്ലോ നല്ലത്. അത് കാരണം 100% നാച്ചുറൽ അല്ലെങ്കിൽ നാച്ചുറൽ എന്നുള്ള വാക്കുള്ള പൊടി മേടിക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ മുടിക്ക് എന്തോരം വേണമോ അതിനനുസരിച്ച് പൊടി എടുക്കുക. ഇപ്പം ഞാനിവിടെ പറഞ്ഞ ഇതിപ്പോൾ ഒരു 100 അല്ലെങ്കിൽ 120 ഗ്രാമോളം പൗഡർ ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് അത് മിക്സ് ചെയ്യാനായിട്ട് വെള്ളം ഇവിടെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വെള്ളം തിളയ്ക്കട്ടെ. എന്നിട്ട് നല്ല കടുപ്പത്തിൽ തന്നെ നമുക്ക് കട്ടൻ ചായ ഉണ്ടാക്കി എടുക്കാം. നല്ല കടുപ്പത്തിൽ തന്നെ വെള്ളം ഇവിടെ നല്ലോണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ കാപ്പിപ്പൊടിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല. ഏതെങ്കിലും ഇൻസ്റ്റന്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും കാപ്പിപ്പൊടി ചേർക്കാവുന്നതാണ്. നല്ല കടുപ്പം വേണം, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇത്രയും ചേർത്തേക്കുന്നത്. നല്ലോണം എന്നിട്ട് വെട്ടിത്തിളക്കട്ടെ. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നല്ലോണം ആറിയിട്ട് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഹെന്ന മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ചൂടോടെ എന്തായാലും ഹെന്ന മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ആറട്ടെ. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്ന് നല്ലോണം ഒന്ന് ആറട്ടെ. എന്നിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് എന്തായാലും ആറട്ടെ, എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. എൻ്റെ കട്ടൻ ചായ നല്ലോണം ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹെന്ന മിക്സ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഹെന്ന പൗഡർ ഉണ്ടല്ലോ, അതിനകത്ത് മൈലാഞ്ചി ഇലയും പിന്നെ കറിവേപ്പിലയും ചെമ്പരത്തി ഇലയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ചേർക്കാൻ പോകുന്നത് നെല്ലിക്കയും കൂടി ഉണ്ട്. അപ്പം നെല്ലിക്ക ഞാൻ ഇത് മേടിച്ച് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്ത നെല്ലിക്കയാണ്. നല്ലോണം വാഷ് ചെയ്തിട്ടാണ് ഉണക്കിയത്. അപ്പം അങ്ങനെ എടുത്ത നെല്ലിക്കയാണ്. അപ്പോൾ ഈ നെല്ലിക്ക ഒന്ന് പൊടിച്ചെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാം.
അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കട്ടൻ ചായ ഒഴിക്കുകയാണ്. നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കാം എന്തോരം വേണമെന്ന്. കാരണം ഈ പൊടിയുടെ അളവ് എന്തോരം ഉണ്ടെന്ന് കൃത്യം അറിയാത്തതുകൊണ്ട് ഒരു ഡൗട്ടാണ്. എന്നാലും നിങ്ങൾക്ക് എല്ലാവരും ചെയ്യുന്നതാണല്ലോ, അപ്പം മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാവും അത്. പിന്നെ ഇത് ഞാൻ നെല്ലിക്കയുടെ പൊടി പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും ചേർക്കുക. അതിൻ്റെ ഒപ്പം തന്നെ 1 ടേബിൾ സ്പൂൺ തൈരും. കട്ടൻ ചായ എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു എന്താ പറയുക, മുടിക്ക് കറുപ്പേകാനായിട്ടാണ്. പിന്നെ ഈ തൈര് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തൈര് എന്ന് പറയുമ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യൻസ് അല്ലെങ്കിൽ കേരളൈറ്റ്സ് നമ്മൾ അത്ര അത് യൂസ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ കോയമ്പത്തൂരാണ് പഠിച്ചത്. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഫ്രീക്വൻ്റ് ആയിട്ട്, അതായത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെച്ച് തലയിൽ തൈര് തേക്കാറുണ്ട്. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ അത് മുടി വളരാനും പിന്നെ തല നല്ലോണം തണുത്തിരിക്കാനും യൂസ് ചെയ്യുന്നത്. പിന്നെ നെല്ലിക്ക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് ഒരു കറുപ്പേകാനും മുടിക്ക് നല്ല ബലമേകാനും അതിനൊക്കെ ആയിട്ടാണ് നെല്ലിക്ക യൂസ് ചെയ്യുന്നത്. അപ്പം ഞാനിതിവിടെ മിക്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ മിക്സ് ചെയ്ത് തുടങ്ങിയപ്പോൾ എന്താ കാണിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അൺഫോർച്ചുനേറ്റ്ലി റെക്കോർഡായിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ സാറിന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ ചീനച്ചട്ടിയിലേക്ക്, ഈ ചീനച്ചട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇത് എന്തൊരു ചീനച്ചട്ടിയെ കൊച്ചെടുത്തിരിക്കുന്നതെന്ന്. പക്ഷേ ഇത് അതുകൊണ്ടല്ല, വേറെ ചീനച്ചട്ടി ഉണ്ടാവാത്തതുകൊണ്ടല്ല, ഇത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്, കുറച്ച് പഴയതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഈ തുരുമ്പിൻ്റെയൊക്കെ പാടിനകത്തുള്ളത്, അല്ലാണ്ട് വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ നമ്മൾ ഹെന്ന മിക്സ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ എങ്ങനെ ചെയ്യേണ്ടതെന്നും, അത് ഇരുമ്പിൻ്റെ പാത്രത്തിലാണ് ചെയ്യുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇരുമ്പിൻ്റെ പാത്രം എടുത്തത്. ഇനി സപ്പോസ് നിങ്ങളുടെ ഇരുമ്പിൻ്റെ ഇങ്ങനത്തെ ഒരു പാത്രം ഇല്ലെങ്കിൽ തന്നെ കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു പാത്രത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഇരുമ്പിൻ്റെ എന്തെങ്കിലും സാധനം ഇട്ട് വെക്കുക, അത് ആണിയോ അല്ലെങ്കിൽ സ്ലൈഡോ എന്തെങ്കിലും ഇട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ വേറെ എന്താ വെച്ചാൽ ഇപ്പം മിക്സ് ചെയ്യുന്ന കാര്യം, ഇന്നത്തെ ഞാനിപ്പോൾ കുറച്ച് കട്ടൻ ചായ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അരിച്ചു വെച്ച കട്ടൻ ചായ, പിന്നെ 1 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ 1 നാരങ്ങയുടെ പകുതി ചേർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ 1 ടേബിൾ സ്പൂൺ നെല്ലിക്കയുടെ പൊടി, അത് ഞാൻ ഉണ്ടാക്കി വെച്ച് നെല്ലിക്കയുടെ പൊടിയും ചേർത്തായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഞാൻ പൊടി കുറേശ്ശെ നമ്മുടെ ഹെന്ന പൗഡർ കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചായിരുന്നു. അങ്ങനെ എൻ്റെ പൊടി മുഴുവൻ തീർന്നു. കട്ടൻ ചായയും മിക്സ് ചെയ്തപ്പോഴത്തേക്ക് കറക്റ്റായിട്ട് തികഞ്ഞില്ല കട്ടൻ ചായ. അപ്പോൾ എന്ത് ചോദിച്ചാൽ തിളപ്പിച്ചാറിയ കുറച്ച് വെള്ളം ഞാൻ ഇന്നത്തേക്ക് ചേർത്ത് ഇപ്പം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, സപ്പോസ് നിങ്ങളുടെ കട്ടൻ ചായയുടെ വെള്ളം ഇല്ല എങ്കിൽ, അതായത് അത് തികഞ്ഞില്ല എങ്കിൽ കുഴപ്പമില്ല, അതിനകത്തേക്ക് തിളപ്പിച്ചറിയ വെള്ളം ചേർത്താലും മതി, നമ്മൾ കറക്റ്റ് കൺസിസ്റ്റൻസിക്ക്. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴേക്കും ഇത് കണ്ട ഇപ്പോൾ നല്ല കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. പക്ഷെ ഒരുപാട് വെള്ളം പോലെയല്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എങ്ങനെ തലയിലെടുത്ത് തേക്കുന്നതെന്ന്. നമ്മൾ എന്തായാലും ഇപ്പോൾ തലയിലെടുത്ത് തേക്കാൻ പോകുന്നില്ലല്ലോ, നമ്മൾ രാത്രി മുഴുവൻ ഇത് വെക്കാനാണ് പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, കഴിയുമെങ്കിൽ രാത്രി മുഴുവൻ ഇത് വെക്കാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറെങ്കിലും ഹെന്ന ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് അത് ആക്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നാളെ ഇത് പുരട്ടുന്നതിന് 1 മണിക്കൂർ മുമ്പായിട്ട്, ഇല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ മുമ്പെങ്കിലും ആയിട്ട് മുട്ടയുടെ വെള്ളം ഇതിനകത്തേക്ക് ചേർക്കണം. മുട്ടയുടെ വെള്ളയും കൂടി അതിനകത്ത് ചേർത്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ തിക്നെസ്, ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് നമുക്ക് തലയിൽ പുരട്ടാൻ പാകത്തിന് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന പൗഡർ ആണെങ്കിലും നിങ്ങൾ എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ സാധിക്കണം എന്നില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ കടയിൽ നിന്ന് മേടിക്കുമ്പോഴേക്കും ശരിയായിരിക്കും അത് 100% നാച്ചുറൽ ആയിട്ടുള്ള ഹെന്ന പൗഡർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കണം. പാച്ച് ടെസ്റ്റ് ചെയ്യാതിൻ്റെ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത്. ഈ പാച്ച് ടെസ്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ചെവിയുടെ പുറകിലായിട്ട് നമ്മുടെ മുടിയൊക്കെ കഴുത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഭാഗമില്ലേ, അവിടെയായിട്ട് നമ്മുടെ ബാക്ക് ഓഫ് ദ നെക്കിലാണ് പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ കൈയിൻ്റെ ഉൾവശത്ത് ഇവിടെയായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. പാച്ച് ടെസ്റ്റ് ചെറുതായിട്ട് ചെയ്ത് 2 ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. നോർമലി അങ്ങനെയാണ്. ഏത് പാച്ച് ടെസ്റ്റ് ആയാലും, ഹെയർ കളർ ആയാലും അല്ലെങ്കിൽ നമ്മുടെ ഹെന്ന ആയാലും, എന്ത് സാധനമാണെങ്കിലും, ഇപ്പം നമ്മുടെ മുഖത്ത് പുരട്ടുന്ന എന്ത് സാധനം ആണെങ്കിൽ പോലും പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് നമ്മളെപ്പോഴും നമ്മുടെ മുഖത്ത്, ശരീരത്ത്, തലയിൽ എല്ലായിടത്തും പുരട്ടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെതായ അലർജീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ഒരുപാട് സാധ്യതയുണ്ട്. പിന്നെ അത് ചിലപ്പോൾ നമ്മൾ ഒരുപാട് മരുന്നായി കഴിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത്. അപ്പോൾ എന്തായാലും ഞാൻ ഇത് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് രാത്രി മുഴുവൻ വെച്ചേക്കാം. നല്ല ടൈറ്റായിട്ട് കവർ ചെയ്ത് വെക്കണം. ഇത് പുരട്ടുന്നതിന് മുമ്പായിട്ട് ഞാൻ കാണിച്ചു തരാം. 1 മുട്ടയുടെ വെള്ളം ഇതിനകത്തേക്ക് ചേർക്കണം. എന്നിട്ടാണ് നമ്മളിത് പുരട്ടുന്നത്. അപ്പോൾ പുരട്ടുന്നത് ഞാൻ എന്തായാലും കാണിക്കില്ല, കാരണം ഞാൻ അത്ര പ്രൊഫഷണലൊന്നും അല്ല. അത് കാരണം എനിക്കത്ര കൃത്യമായിട്ട് പുരട്ടാമെന്ന് അറിയില്ല. ഞാൻ എൻ്റെ ഒരു പാങ്ങിനനുസരിച്ചാണ് പുരട്ടുന്നത്.
അതുപോലെ പുരട്ടാൻ ശ്രദ്ധിക്കുമെങ്കിൽ നിങ്ങൾ ഇത് ബ്രഷ് വെച്ചാണ് ചെയ്യുന്നതെങ്കിലും 2 കൈയിലും ഗ്ലൗസ് ഇടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പം മുഖത്തിൻ്റെ നെറ്റിയിൽ, ചെവിയിൽ, പിന്നെ നമ്മുടെ ഹെയർ ലൈൻസ് ഒക്കെ ഇതായിട്ടുള്ള സ്ഥലത്തൊക്കെ വാസലിൻ കുറച്ച് തടവിയിട്ട് പുരട്ടുകയാണെങ്കിൽ, ഹെന്ന പുരട്ടുകയാണെങ്കിൽ നമ്മുടെ മുഖത്തൊന്നും ആവില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും നാളെ കാണാം. ഹലോ. അപ്പോൾ നമ്മുടെ ഹെന്ന ഞാൻ പറഞ്ഞ പോലെ രാത്രിയിലൊക്കെ വെച്ച് ഇരുമ്പ് പാത്രത്തിൽ വെച്ചുകൊണ്ട് തന്നെ നല്ലോണം കറുത്ത് വന്നിട്ടുണ്ട്. ആ അയേണിൻ്റെ അംശം നല്ലോണം നമ്മുടെ ഹെന്നയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു ദിവസമായി. ഇന്നലെ ഞാൻ കാണിച്ച പോലെ ഇത്തിരി കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് എന്തായാലും മുടിയിൽ തേക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്നലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുട്ടയുടെ വെള്ള, ഇത് കൃത്യം ഒരു മുട്ടയുടെ വെള്ളം തന്നെയാണ്. ഒട്ടും മഞ്ഞ വേണ്ട, കാരണം മഞ്ഞയ്ക്ക് ഒരു ഭയങ്കര ഉളുമ്പുമണാണ്, നാറ്റമാണ്. അതുകൊണ്ട് അത് വേണ്ട. മുട്ടയുടെ വെള്ളയാണ് എടുത്തിരിക്കുന്നത്. മുട്ടയുടെ വെള്ള എന്ന് വെച്ചാൽ നമ്മുടെ മുടി നല്ല സിൽക്കി ആവാൻ വേണ്ടിയിട്ടാണ്. നല്ല ഷൈനിങ് ആണ് പുരട്ടിക്കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് മുട്ടയുടെ വെള്ള പുരട്ടുന്നത്. അതുപോലെ ഒരുപാട് ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ട് മുട്ടയുടെ വെള്ളയ്ക്ക്, അതുകൊണ്ടാണ് അതും കൂടി ചേർത്തിരിക്കുന്നത്. ഇനി ഇപ്പം നമ്മൾ ഈ ഹെന്നയിൽ കൈയിട്ട് നമ്മുടെ കയ്യിൽ മൊത്തം കറയാവും. ഇന്നലെ തന്നെ കറയായിരുന്നു ഗ്ലൗസിലൊക്കെ. അപ്പോൾ ഇനി ഇപ്പിട്ട് നമ്മൾ പെട്ടെന്ന് ഇത് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ ഇതിനകത്തൊക്കെ കളറാവും. അപ്പോൾ ഇനി എന്തായാലും കൈയിടണം, നമുക്ക് സ്പൂൺ വെച്ച് ചെയ്യാം. പിന്നെ നിങ്ങൾ ആണിയോ സ്ലൈഡോ ഒക്കെയാണ് ഇട്ടേക്കുന്നതെങ്കിൽ അത് മാറ്റാൻ ശ്രദ്ധിക്കണം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഹെന്ന ചെയ്യുമ്പോഴേക്കും എനിക്കും തോന്നിയിട്ടുണ്ട് പല പ്രാവശ്യം, നേരത്തെയൊക്കെ ചെയ്യുമ്പോഴേക്കും മുടി ഹെന്ന ചെയ്ത് കഴിഞ്ഞാൽ കഴുകി കഴിഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് അങ്ങ് റഫാവുന്നു. അപ്പോൾ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് ഞാൻ ഹെന്ന ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ എൻ്റെ മുടി അങ്ങനെയാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ലായിരുന്നു ഇതെന്താ അങ്ങനെയെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പിന്നെ ഹെന്ന ചെയ്യുന്നവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്കും അങ്ങനെ തന്നെയാണ്, ഹെന്ന ചെയ്താൽ മുടി ഡ്രൈ ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെന്ത് ചെയ്യുമെന്ന് അറിയാൻ ഞാൻ ഹെന്ന ചെയ്യലോ തന്നെ നിർത്തിയാലോ എന്ന് അങ്ങനെ ആലോചിച്ചതാണ്. പക്ഷെ ഒരുപാട് ഗ്രേ ഹെയർ ഉള്ളതുകൊണ്ട് അങ്ങനെ നിർത്താനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ ഇതപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം എന്ത് ചെയ്തു, ഹെന്ന ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് മുടിയിൽ എണ്ണ പൂശിക്കൊടുത്തു. സ്ഥിരമായിട്ട് തേക്കുന്ന എണ്ണ, ആ എണ്ണ കുറച്ചങ്ങ് പൂശിക്കൊടുത്തിട്ട് ഞാൻ ഹെന്ന ചെയ്തപ്പോഴേക്ക് പിന്നെ കഴുകിക്കളഞ്ഞ മുടി നല്ല സോഫ്റ്റ് ആയിരുന്നു. മീൻസ് ആ ഹാർഡ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു മുടി. അത് ഒരു ടിപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഇത് പുരട്ടിയിട്ട് 1 മണിക്കൂർ, 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറേ വെക്കുകയുള്ളൂ, അതിൽ കൂടുതൽ ഞാൻ വെക്കില്ല. പിന്നെന്താ, അത്രേ ഉള്ളൂ ടിപ്പൊക്കെ. പിന്നെ എന്തായാലും നമ്മളിപ്പോൾ ഇന്നൊരു ഹെയർ കെയർ സെഷൻ ചെയ്യുന്നതുകൊണ്ട് 1-2 ടിപ്പും കൂടി പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. അതിലൊന്നാണ് ഇതെന്താണെന്ന് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് ആണ്. നമ്മുടെ ബ്യൂട്ടി ആൻഡ് ഹെയർ കെയർ കാര്യങ്ങളിൽ ഒരുപാട് വൈറ്റൽ ഇമ്പോർട്ടൻസ് ഉള്ള സാധനമാണ് ഈ വൈറ്റമിൻ ഇ. ഓൾമോസ്റ്റ് നമ്മൾ ശ്രദ്ധിച്ചറിയാം, നമ്മൾ ഹെയർ കെയർ ആയാലും അല്ലെങ്കിൽ ബ്യൂട്ടി പ്രോഡക്ട്സിലായാലും എന്തിലായാലും അതിനകത്തൊരു മെയിൻ കണ്ടൻറ്റാണ് ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ നാട്ടിലൊക്കെ ആണെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിൽ ഇത് മേടിക്കാൻ കിട്ടും. കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ, ഒരു ടാബ്ലറ്റ്, ഒരു ക്യാപ്സ്യൂള് പോലെ. അപ്പോൾ ഇത് നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും മേടിക്കാൻ കിട്ടും. ഇത് മേടിച്ചിട്ട് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ തലയിൽ എണ്ണ പുരട്ടുമല്ലോ, എല്ലാവരും എണ്ണ പുരട്ടുന്നവരായിരിക്കും. അപ്പോൾ ഈ എണ്ണ പുരട്ടുന്നത് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കാച്ചി വെച്ചിരിക്കുന്ന എണ്ണ, ആ കാച്ചിയ എണ്ണയുടെ ഞാൻ ഒരു റെസിപ്പി ഉണ്ട് എനിക്ക്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ ആഡ് ചെയ്യുന്നുണ്ട്. കാണാത്തവർ തീർച്ചയായിട്ടും കാണണം. അപ്പോൾ ആ എണ്ണയാണ് സ്ഥിരമായിട്ട് ഞാനും മോളും തേക്കുന്നത്, ഏട്ടനും തേക്കാറുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, ആഴ്ചയിലൊരിക്കൽ ഈ ഒരു ടാബ്ലറ്റ് ഞാൻ എൻ്റെ ഹെയർ കെയറിൽ ഉൾപ്പെടുത്തും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കാച്ചി വെച്ചിരിക്കുന്ന എണ്ണ പ്ലസ് കുറച്ച് ആവണക്കെണ്ണ, നമ്മുടെ കാസ്റ്റർ ഓയിൽ, കുറച്ച് ഓലിവ് ഓയിൽ, അങ്ങനെ ഉള്ള എണ്ണ, ഈ 3 എണ്ണയാണ് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത്. ഈ 3 എണ്ണയും കൂടി ഒരു ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഞാൻ തലയിൽ പുരട്ടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവിടെയായിട്ട് ഒരു സേഫ്റ്റി പിൻ വെച്ച് കുത്തിയിട്ട് ഇതങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തുള്ള വൈറ്റമിൻ ഇ, ആ ഇതില്ലേ, അത് നമ്മുടെ ഓയിലിലേക്ക് ഞാനിങ്ങനെ സ്ക്വീസ് ചെയ്ത് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ തലയിൽ പുരട്ടി വെക്കും. അപ്പോൾ അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലൊരു സാധനമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുടി ഷാംപൂ ചെയ്ത് കഴിഞ്ഞിട്ട് ഷാംപൂ ചെയ്യുമ്പോൾ ഈ ഹെന്ന ചെയ്ത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട്
നമ്മൾ ഷാംപൂ ചെയ്ത് കളയുമല്ലോ. ഷാംപൂ തന്നെ ഏതെങ്കിലും നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ഷാംപൂ അല്ലെങ്കിൽ ഏതെങ്കിലും മൈൽഡായിട്ടുള്ള ഷാംപൂ യൂസ് ചെയ്യണം. അതായിട്ട് കണ്ടീഷണർ ചെയ്യുക. ഈ കണ്ടീഷണർ നല്ല മുടി കണ്ടീഷൻഡ് ആയിട്ടിരിക്കാനായിട്ട് നല്ലതാണ്. ഞാൻ എപ്പോഴും കണ്ടീഷനിങ് ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇതിനകത്ത് മിക്സ് ചെയ്യാനായിട്ട് നമ്മളൊരു കട്ടൻ ചായ ഉണ്ടാക്കിയായിരുന്നല്ലോ. അതിന് ഭയങ്കര കടുപ്പായിരുന്നു. പക്ഷെ അത്രയും കടുപ്പം വേണ്ട. ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂൺ ചായപ്പൊടി ഇട്ടിട്ട് നല്ലോണം തിളപ്പിച്ചിട്ട് അരിച്ചെടുത്ത് നല്ലോണം ആറിക്കഴിട്ട് നമ്മുടെ ഷാംപൂ ആൻഡ് കണ്ടീഷനിങ് കഴിഞ്ഞിട്ട് ആ വെള്ളവും നമ്മൾ കുളിക്കാൻ എടുത്തുകൊണ്ട് പോയിട്ട് ഈ നമ്മുടെ മുടി അതിനകത്ത് നമ്മൾ കുറച്ച് നേരം സോക്ക് ചെയ്ത് പിടിക്കണം, മുക്കി പിടിക്കണം മുടി. അതായിട്ട് നമ്മൾ സോക്ക് ചെയ്തിട്ട്, അതായത് മുടിയകത്തേക്ക് മുക്കി പിടിച്ചിട്ട് കുറച്ച് നേരം 5 മിനിറ്റ് മതി. 5 മിനിറ്റ് കൂടുതലുണ്ടൊന്നും വേണ്ട. മുക്കി പിടിച്ച് കഴിഞ്ഞിട്ട് ഈ വെള്ളം, ഈ കട്ടൻ ചായയുടെ വെള്ളം തന്നെ നമ്മുടെ മുടിയിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അലമ്പിയെടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മുടിക്ക് നല്ലൊരു ഷൈനിങ് ആണ്. പിന്നെ ഇത് ചെയ്തിട്ട് പിന്നെ വെള്ളം വെച്ച് കഴുകി കളയണമെന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ അധികം കട്ടൻ ചായ ഒന്നും എടുക്കേണ്ട, കാരണം ചായപ്പൊടിയുടെ മണമൊക്കെ വരും. അതുകൊണ്ട് അധികം വേണ്ട, കുറച്ച് മതി. ഇത് ചെയ്ത് മുടിക്ക് നല്ലൊരു ഷൈനിങ് എഫക്റ്റാണ്. പിന്നെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മലയാളികൾ, എനിക്ക് തോന്നുന്നു മലയാളികളാണ്, ഞാൻ ബാക്കിയുള്ളവർ അങ്ങനെ അത് ശ്രദ്ധിച്ചിട്ടില്ല. നമ്മളെ മലയാളി പെൺകുട്ടികൾ എല്ലാവരും, അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളും കുളിച്ച് കഴിഞ്ഞിട്ട് മുടിയിൽ നമ്മൾ സാധാരണ തോർത്ത് തന്നെയാണ് ചുറ്റിക്കെട്ടി വെക്കുന്നത് മുടിയിലെ വെള്ളം പോകാനായിട്ട്. പക്ഷെ അത് ചെയ്യുമ്പോഴേക്കും നമ്മുടെ മുടി ഭയങ്കര റഫ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പം അതിന് പകരമായിട്ട് വീട്ടിലൊരു പഴയ ടീഷർട്ട് എന്തായാലും എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ പഴയ ടീഷർട്ട് എടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ മുടിയുടെ കെട്ടാൻ പറ്റുന്ന സൗകര്യം പോലെ വേണമെങ്കിൽ അത് ഒരു സൈഡിൽ നിന്ന് മുറിച്ച് കളഞ്ഞിട്ട് നീളത്തിലാക്കി എടുക്കാം. അല്ലെങ്കിൽ അതുപോലെ തന്നെ എടുത്തിട്ട് പഴയ ടീഷർട്ട് എടുത്തിട്ട് പഴയ ടീഷർട്ടിൽ മുടി നമ്മൾ കുളിച്ചായിട്ട് ചുറ്റി വെക്കുകയാണെങ്കിൽ മുടിക്ക് അങ്ങനെ ഹാർഷായിട്ടുള്ള ഇതൊന്നും ഉണ്ടാവത്തില്ല. തോർത്തിൻ്റെതായ ഒരു ഹാർഷായ എഫക്റ്റ് ഉണ്ടാവുമല്ലോ, അത് മുടിക്ക് ഉണ്ടാവത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഹെയർ കെയറിനായിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. അപ്പോൾ ഇതാണ് എൻ്റെ ഹെന്ന മിക്സ്. ഞാൻ എന്തായാലും ഹെന്ന ചെയ്യട്ടെ മുടിയിൽ. ഓക്കെ, അപ്പോൾ കാണാം.